ഇന്ത്യയുടെ അതിർത്തികളിൽ ഇന്ന് മുഴങ്ങുന്നത് വെറും ശബ്ദമല്ല, മറിച്ച് ശത്രുവിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആധുനിക ആയുധങ്ങളുടെ മുഴക്കമാണ്. വെറും ഒരൊറ്റ സെക്കൻഡ് മതി ശത്രുവിന്റെ കോടികൾ വിലമതിക്കുന്ന ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വെറും കരിയില പോലെ കരിച്ചാമ്പലാക്കാൻ. അതിർത്തിയിൽ വെടിയുണ്ടകളുടെ പെരുമഴ തീർക്കാൻ ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മിനിറ്റിൽ 2000 റൗണ്ട് വെടിയുതിർക്കുന്ന സൈനിക കരുത്തും രാത്രിയുടെ ഇരുട്ടിലും ശത്രുവിന്റെ ശ്വാസം പോലും തിരിച്ചറിയുന്ന റഡാർ കണ്ണുകളുമായി ഭാരതം സജ്ജമായി കഴിഞ്ഞു. എന്താണ് അതിർത്തിയിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ആ നിശബ്ദ വിപ്ലവം എന്താണെന്നും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ആധുനിക യുദ്ധമുറകൾ ഇന്ന് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. മുൻപ് വലിയ യുദ്ധവിമാനങ്ങളായിരുന്നു ഭീഷണിയെങ്കിൽ ഇന്ന് അതിർത്തി കടന്നെത്തുന്ന ചെറിയ ഡ്രോണുകളാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി. ലഹരി മരുന്നും ആയുധങ്ങളും അതിർത്തി കടത്താൻ പാകിസ്ഥാൻ ഡ്രോണുകളെ വ്യാപകമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ നയം കൂടുതൽ കർക്കശമായത്. 2025 ഏപ്രിൽ നടന്ന പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. അതൊരു വെറും ഒരു പ്രത്യാക്രമണമല്ലായിരുന്നു, മറിച്ച് ശത്രുവിന്റെ ചിന്തകൾക്കും അപ്പുറത്തുള്ള ഒരു തിരിച്ചടിയാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിനായി നമ്മുടെ സൈന്യം അവരുടെ ആയുധപ്പുരയിലെ പഴയ പുലികളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. ഈ പ്രതിരോധ നിരയിലെ ഏറ്റവും പ്രധാന താരം ZU-23 എന്ന് വിളിക്കപ്പെടുന്ന തോക്കുകളാണ്. സോവിയറ്റ് നിർമ്മിതമായ ഈ 23mm ഡബിൾ ബാരൽ തോക്കുകൾ വർഷങ്ങളായി നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാണെങ്കിലും ഇന്നിവ പഴയ തോക്കുകളല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഈ തോക്കുകളെ പൂർണ്ണമായും ഡിജിറ്റലൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പ്രഹരശേഷി കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. മിനിറ്റിൽ 2000 റൗണ്ടുകൾ വെടിയുതിർക്കാൻ ശേഷിയുള്ള ഈ തോക്കുകൾക്ക് മുന്നിൽ പെട്ടുപോയാൽ പിന്നെ ഒരു ശത്രുവിനും രക്ഷയുണ്ടാവില്ല. പുതിയ നൈറ്റ് മിഷൻ സംവിധാനങ്ങൾ കൂടി എത്തിയതോടെ രാത്രികാലങ്ങളിൽ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന ഡ്രോണുകളെ അവയുടെ എഞ്ചിൻ ചൂട് തിരിച്ചറിഞ്ഞ് വേട്ടയാടാൻ നമ്മുടെ സൈനികർക്ക് ഇന്ന് സാധിക്കും. ഏകദേശം 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന ഏത് ലക്ഷ്യത്തെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ZU-23 ഇന്ന് പ്രാപ്തമാണ്. എന്നാൽ വെറും ആയുധങ്ങൾ മാത്രം പോരാ, അവയെ കൃത്യമായി നിയന്ത്രിക്കാൻ ഒരു ആധുനിക സംവിധാനം കൂടി വേണം. അതിനായി ഇന്ത്യ വികസിപ്പിച്ചെടുത്തതാണ് ആകാശ് തീർ എന്ന ഡിജിറ്റൽ കമാൻഡ് സംവിധാനം. ഇതൊരു ഡിജിറ്റൽ ശൃംഖല പോലെ പ്രവർത്തിക്കുകയാണ്. അതിർത്തിയിലെ റഡാറുകൾ ഒരു ഡ്രോണിനെയോ ഹെലികോപ്റ്ററിനെയോ കണ്ടെത്തിയാൽ ആ വിവരം നിമിഷങ്ങൾക്കുള്ളിൽ കരസേനയുടെയും വ്യോമസേനയുടെയും പക്കലുള്ള തോക്കുകളിലേക്ക് എത്തും. മുൻപ് മനുഷ്യർ ലക്ഷ്യം നോക്കി വെടിവെച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് കമ്പ്യൂട്ടറുകളും ലക്ഷ്യം നിർണ്ണയിക്കുകയും കൃത്യമായ പ്രഹരം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനൊപ്പമാണ് തോളിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ഇഗ്ലായസ് മിസൈലുകളുടെ വരവ്. വെറും 18 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഈ മിസൈൽ സംവിധാനം ഒരു സൈനികനെ ഏതു മലനിരകളിലും കൊണ്ടുപോകാൻ സാധിക്കും. 6 കിലോമീറ്റർ ദൂരെയുള്ള ഏതൊരു യുദ്ധവിമാനത്തെയും ഇതിന് പിന്തുടർന്ന് നശിപ്പിക്കാം. കൂടാതെ സ്വീഡിഷ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച L-50 തോക്കുകളും ഇന്ന് അതിർത്തിയിൽ കാവലുണ്ട്. ഇവയ്ക്ക് ഡ്രോണുകളുടെ കൂട്ടത്തെ ഒന്നാകെ തകർക്കാനുള്ള ഓട്ടോ ട്രാക്കിംഗ് സൗകര്യമുണ്ട്. ഇന്ത്യ ഇന്ന് വെറും ഒരു പ്രതിരോധ രാജ്യമല്ല, ആധുനിക സാങ്കേതിക വിദ്യയും സൈന്യത്തിന് നൽകിയിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഭാരതത്തെ ഒരു വൻ ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. പഴയ കാലത്തെ പോലെ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന രീതി മാറി. ഇന്ന് ഇന്ത്യയിൽ തന്നെ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയവും നമ്മുടെ സൈനികരുടെ കരുത്തും ചേരുമ്പോൾ അതിർത്തിയിൽ ശത്രുവിന് 1 ഇഞ്ച് പോലും ഇടമില്ല എന്ന് ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാം. ഭാരതത്തിന്റെ ഈ സൈനിക മുന്നേറ്റം കേവലം ആയുധങ്ങളുടെ പ്രദർശനം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ കൈവരിച്ച തന്ത്രപരമായ വിജയത്തിന്റെ അടയാളം കൂടിയാണ്. മുൻകാലങ്ങളിൽ പ്രതിരോധ കരാറുകളിൽ നേരിട്ടിരുന്ന കാലതാമസവും അഴിമതി ആരോപണങ്ങളും ഇന്ന് പഴങ്കഥയായി മാറിയിരിക്കുന്നു. ഇന്ന് പ്രതിരോധ മന്ത്രാലയം നേരിട്ട് സൈനിക മേധാവികളുമായി ആശയവിനിമയം നടത്തുകയും അതിർത്തിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് തത്സമയം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സൈനികരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഇന്ന് ലോകത്തിലെ മുൻനിര ആയുധ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറുന്നത് നാം കാണുന്നു. ബ്രഹ്മോസ് മിസൈലുകൾ മുതൽ തേജസ് യുദ്ധവിമാനങ്ങൾ വരെ നീളുന്ന ഈ പട്ടികയിലേക്ക് ഇപ്പോൾ അതിർത്തിയിലെ ഈ ആധുനിക തോക്കുകളും കമാൻഡ് സംവിധാനങ്ങളും കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം യുദ്ധത്തിന് സജ്ജമായിരിക്കുക എന്നതാണ്.
ഈ ഒരു കാഴ്ചപ്പാടോടെയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിർത്തി ഗ്രാമങ്ങളുടെ വികസനവും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാകുന്നത്. ഹിമാലയൻ അതിർത്തികളിലെ തുരങ്കങ്ങളും പാലങ്ങളും ആധുനിക റോഡുകളും സൈന്യത്തിന്റെ നീക്കങ്ങൾ മുമ്പത്തേക്കാൾ വേഗത്തിലാക്കി. ശത്രു രാജ്യങ്ങൾ ഒരേ സമയം ഡ്രോണുകളും സൈബർ ആക്രമണങ്ങളും പരീക്ഷിക്കുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് കൃത്യമായ പരിശീലനവും സാങ്കേതിക വിദ്യയും സർക്കാർ ഇന്ന് ഉറപ്പാക്കുന്നുണ്ട്. നൈബർഹുഡ് ഫസ്റ്റ് എന്ന നയത്തിലൂടെ അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു വെല്ലുവിളിയെയും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. പ്രതിരോധ കാര്യങ്ങളിൽ ഇന്ത്യ പണ്ട് പുലർത്തിയിരുന്ന പ്രതിരോധ ശൈലിയിൽ നിന്നും പ്രത്യാക്രമണ ശൈലിയിലേക്ക് മാറ്റിയത് മോദിയാണ്. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്ന രീതി അവസാനിപ്പിക്കാൻ അദ്ദേഹം ആത്മനിർഭർ ഭാരത് പദ്ധതി കൊണ്ടുവന്നു. ഇന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തോക്കുകളും മിസൈലുകളും വിമാനങ്ങളും ലോക ശ്രദ്ധ ആകർഷിക്കുന്നു. ഈ മാറ്റങ്ങൾ കേവലം അതിർത്തി കാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഓരോ ഭാരതീയന്റെയും സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കം കൂടിയാണ്. ശത്രുവിന്റെ ഏത് നീക്കത്തെയും മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നു. വരും തലമുറയ്ക്ക് അഭിമാനത്തോടെയും ഭയമില്ലാതെയും ജീവിക്കാൻ കഴിയുന്ന ഒരു സുരക്ഷിത ഭാരതത്തെയാണ് നാം ഇന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. നിശ്ചയദാർഢ്യമുള്ള ഒരു നേതൃത്വവും പോരാട്ട വീര്യമുള്ള സൈന്യവും ഒന്നിക്കുമ്പോൾ അസാധ്യമായി ഒന്നുമില്ലെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.